നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആശ്വാസകരമായ വാർത്ത വന്നിട്ടുണ്ട്. അതായത് കെട്ടിട നികുതിയെ സംബന്ധിച്ച് സാധാരണഗതിയിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കെട്ടിട നികുതി സർക്കാർ വാങ്ങിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം 6 മാസത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 30 അവസാനിക്കുന്ന രീതിയിലും സെപ്റ്റംബർ 30 ശേഷം കെട്ടിട നികുതി അടക്കുന്നവർക്ക് പിഴപ്പലിശ വരുന്ന രീതിയിലാണ് നിലവിലുള്ള രീതി. അപ്പോൾ ഇന്ന് മന്ത്രി രാജേഷ് പറഞ്ഞിരിക്കുന്നത് 2026 മാർച്ച് 31 വരെ പിഴപ്പലിശയില്ലാതെ കെട്ടിട നികുതി അടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം സെപ്റ്റംബറിന് ശേഷം, അതായത് 2025 സെപ്റ്റംബറിന് ശേഷം നിങ്ങൾ പിഴപ്പലിശ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തെ നികുതിയിൽ വകയിരുത്തി കുറവ് വരുത്തി തരും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു കാര്യമാണ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പെൻഡിംഗ് ആയിട്ട് കെട്ടിട നികുതി അടക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു അവസരം 100% പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അതത് വർഷത്തെ കെട്ടിട നികുതി നിങ്ങൾ ഏപ്രിൽ മാസം 30 മുന്നേ അടക്കുകയാണെങ്കിൽ, ഏപ്രിൽ മാസം 1 തീയതിയാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അപ്പോൾ കെട്ടിട നികുതി ആ മാസം തന്നെ 30 തീയതിക്ക് മുന്നേ അടക്കുകയാണെങ്കിൽ 5% നികുതി ഇളവും സർക്കാർ നൽകുന്നുണ്ട്. ഈ ഒരു കാര്യവും മുഴുവൻ പൊതുജനങ്ങളും പ്രയോജനപ്പെടുത്തണം എന്ന് അറിയിക്കുന്നു.